ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സിറ്റിയാണ്. ജർമ്മനിയിലെ നീഡർസാക്സനിലെ ഒരു ശാന്തവും സുന്ദരമായ ഒരു സിറ്റിയാണ് ഞാൻ താമസിക്കുന്നത്. ഓൾഡൻബുർഗ് എന്നാണ് സിറ്റിയുടെ പേര്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ സിറ്റീനെ കുറിച്ചുള്ള കാഴ്ചകളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു ശാന്തവും അതുപോലെ സമാധാനമായ ഒരു സിറ്റിയാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിനി നമ്മുടെ സിറ്റിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും ലെങ്തി ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം. ഇനിയും ഇതുപോലെ വീഡിയോസ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ജർമ്മനിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന വലിയ നഗരങ്ങളൊക്കെയാണ്. ബെർലിൻ, മ്യൂൺഷൻ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളുമാണ് ഓർമ്മ വരാറ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ പക്ഷേ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിറ്റിയാണ്. അതാണ് ഓൾഡൻബുർഗ്. ഇവിടുത്തെ ലൈഫ് ഭയങ്കര കാമാണ്. രാവിലെ സൈക്കിൾ ഓടിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർ, പച്ചപ്പുള്ള വഴികൾ, പീസ്ഫുൾ വൈബാണ് ഇവിടെ. ഞാൻ ജർമ്മനിയിൽ വന്ന സമയത്ത് മ്യൂൺഷനിലൊരു വില്ലേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു വർഷത്തോളം. അതിനുശേഷം ഓൾഡൻബുർഗ് എന്ന സിറ്റിയിലേക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു മാറ്റമാണ് അനുഭവപ്പെട്ടത്. ഈ സിറ്റിക്ക് ഹിസ്റ്ററി ഉണ്ട്, കൾച്ചർ ഉണ്ട്, സ്റ്റുഡൻറ്റ് ലൈഫ് ഉണ്ട്. അതിലും പ്രധാനമായിട്ട് ഒരു സ്ലോ ആൻഡ് ഹാപ്പി ലൈഫാണ് ഇവിടെ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ ഓൾഡൻബുർഗ് എന്ന സിറ്റിയുടെ റിയൽ ബ്യൂട്ടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലെങ്ത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓൾഡൻബുർഗ് എന്ന സിറ്റിയുടെ ചരിത്രമൊക്കെ നോക്കി പോവുകയാണെങ്കിൽ അത് 12-ാം നൂറ്റാണ്ട് വരെ പോകുന്നുണ്ട്. ആദ്യം ഇതൊരു ചെറിയ സെറ്റിൽമെൻ്റ് ആയിരുന്നു. പിന്നീട് ഇത് ഇവിടുത്തെ രാജവംശത്തിൻ്റെ കേന്ദ്രമായി വളർന്നു. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ട്രേഡിങ് സിറ്റിയായിട്ട് മാറിയിട്ടുണ്ട് ജർമ്മനിയിൽ. പിന്നെ വേൾഡ് വാർ സെക്കൻഡ് ടൈമിൽ ഇവിടെ മറ്റുള്ള ജർമ്മനിയിലെ നഗരങ്ങളിൽ പോലെ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. കാരണം അന്നത്തെ കാലത്ത് ഇവിടെ വലിയ ഇൻഡസ്ട്രീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഈ നഗരത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉള്ളത്. ഞാൻ വായിച്ചതും അറിഞ്ഞതൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ആദ്യം നമ്മുടെ സിറ്റിയുടെ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളുടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു ഓൾഡൻബുർഗർ ഷ്ലോസ് എന്ന് പറയും. ഇവിടുത്തെ പണ്ട് ഉണ്ടായിരുന്ന രാജാക്കന്മാരും അങ്ങനെയുള്ള, ഈ കറക്റ്റായിട്ട് വലിയതായിട്ടല്ല, ചെറുതായിട്ട് അത്രയൊക്കെ ഉള്ളൂ, പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ്. ഇപ്പം അത് മ്യൂസിയമായിട്ട് മാറി. അപ്പം അതിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഓൾഡൻബുർഗർ ഷ്ലോസ്, ഈ ബാക്കിൽ കാണുന്നത്. ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒരു സൺഡേ അല്ല സാറ്റർഡേ മാർക്കറ്റ് എന്നൊക്കെ പറയും. പിന്നൊരു ശനിയാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ശനിയാഴ്ചകളിൽ ഇങ്ങനെ ഒരു മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ. ഒരുപാട് ആൾക്കാരുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ഓൾഡൻബുർഗർ ഷ്ലോസ്. സാധാരണ ഇവിടെ എല്ലാം കാലിയായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാ സാറ്റർഡേ ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കൂടെ കാരണത്താൽ ഇങ്ങനെ ക്രിസ്മസിന് ഇതുപോലെ തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് പരിപാടികൾ ഇതുപോലെ സ്റ്റേജൊക്കെ ഇട്ട്, ഇവിടെ സ്പീൽ കിസ്റ്റ് എന്ന് പറയും, നമുക്ക് പാവനെയൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചെടുക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു കൊട്ടാരം പഴയത്. ഞാൻ എൻ്റെ കുറച്ചും കൂടി വ്യൂസ് കാണിച്ചു തരട്ടെ. ഇതാണ് ഷ്ലോസ്, പഴയൊരു കാസിലാണ്. ഇതിപ്പോൾ മ്യൂസിയമായിട്ട് ഒരു കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇവിടുത്തെ ലാൻഡസ് മ്യൂസിയം കുൻസ്റ്റ് und Kultur ഓൾഡൻബുർഗ് എന്നായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, ഇത് പഴയ കൊട്ടാരമാണ് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ കയറുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം നമുക്ക് ഓൺലൈനായിട്ടല്ലാണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഓപ്പണിംഗ് ടൈമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾഡൻബുർഗ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ സ്ഥലങ്ങളിൽ ഒന്നാണ് ഓൾഡൻബുർഗർ ഷ്ലോസ്. ഇത് മിഡിൽ ഏജസിൽ പണിതീർത്ത ഒരു കാസിലാണ്. പിന്നീട് അത് ഓൾഡൻബുർഗിലെ രാജാക്കന്മാരുടെ താമസ സ്ഥലമായി മാറി. ഇത് ഓൾഡൻബുർഗ് സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഓണാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ വൈഡായിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതെ, പറഞ്ഞ പോലെ കണ്ടില്ലേ, സാറ്റർഡേ ഇവിടെ ഒരു ഫുള്ള് വൈബായിരിക്കും. പിന്നെ ഈസ്റ്ററും കൂടെ ആയിട്ട്, നാളെ ഈസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കൂടി ഉണ്ട്. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്, ഓൾഡൻബുർഗർ ഷ്ലോസ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആ കാണുന്ന പള്ളി, അത് ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്ററാണ്. ലാംബർട്ടി കൃഷി എന്ന് പറയും. നമ്മൾ അടുത്ത് അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നല്ലോ, അപ്പോൾ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോയതില്ല. ഇവിടെ എന്തൊക്കെയുണ്ടെന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇതുപോലെ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന റൈഡുകളുണ്ടാവും. പിന്നെ എന്താണ്, ഇവിടെ എല്ലാവരും സാറ്റർഡേ ഒക്കെ വീക്കെൻഡ് ആയി കഴിഞ്ഞ് ഒരു ഫുള്ള് വൈബാണ്. കണ്ടില്ല, ബിയറൊക്കെ അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടി ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടി വരും കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ജയൻറ്റ് വീലൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാ കൊല്ലം ഉള്ളതാണ് ഇതുപോലെ തന്നെ. സാറ്റർഡേ ഇത്രയും സാധാരണ ഉണ്ടാവാറില്ല. ഇത് പറഞ്ഞ പോലെ ഈസ്റ്ററിൻ്റെയും കൂടി ഒരു സ്പെഷ്യലായിട്ടാണ്. തോമസ് ഇതുപോലെ ഒരുപാട് എന്താ ടോയ്സിൻ്റെ ഇത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. ഇതുപോലെ ഇത് കയറാൻ വേണമെങ്കിൽ ഞാൻ കയറുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം. ഇതിൽ നമ്മൾ 2 യൂറോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് സമയം കിട്ടും. അതിനുള്ളിൽ ഈ പാവനെ നമുക്ക് ഈ ഒരു നൂല് കണ്ടില്ലേ, ഈ നൂല് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. സാറ്റർഡേ കഴിഞ്ഞാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കണേലും ഇവിടെയൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല സമയം പോക്കാണ്. ഒരുപാട് ആൾക്കാരെ കാണാം. അതുപോലെ നല്ല വൈബായിരിക്കും കുറച്ചും കൂടി ഈവനിങ് ആയി കഴിഞ്ഞാൽ. നമ്മൾ നടന്ന് ബാക്കിൽ ജയൻറ്റ് വീല് കാണാൻ അടിപൊളിയാണ്. നല്ലൊരു വ്യൂ ആണത്. നടന്ന് നമ്മൾ ലാംബർട്ടി കൃഷിയുടെ തൊട്ട് പുറകിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഇത് ലാംബർട്ടി കൃഷിയുടെ ബാക്കിൽ നിന്ന് ഒരു വ്യൂ ആണ്. ഇത് അത്യാവശ്യം ഒരു വലിയൊരു ചർച്ചാണ് ഇവിടുത്തെ. അതെ, പിന്നെ തൊട്ട് പുറകിലാണ് നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് കാണിച്ചത് നിങ്ങൾക്ക്. ഞാൻ അത് ചർച്ചിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ട് മെയിൻ ഡോറാണിത്. മെയിൻ ഡോറല്ലേ, ഒരുപാട് ഡോറുകളുണ്ട്, അതിലൊരു ഡോറാണ് ഇത്. എനിക്ക് തോന്നുന്നു ബാക്കിലത്തെ ഡോറാണ്. ഈ പള്ളിയുടെ ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സെറ്റപ്പ്. പള്ളിയുടെ തൊട്ട് താഴെ ഉണ്ട്. നിങ്ങളത് ഭയങ്കര വലിയ പള്ളിയാണ്. മുകളിലേക്ക് ഇത്ര ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. സൈഡിൽ തന്നെ നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാം. ലാംബർട്ടി കൃഷിയുടെ ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ. ജർമ്മൻസിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ വീക്കെൻഡായി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഫുഡ് അടിക്കുക, സംസാരിക്കുക. ഇത് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു എത്ര പേര്, 10, 200, 300 പേരൊക്കെയാണ് ഈ ഒരു 2-3 റെസ്റ്റോറൻറ്റുകളായിട്ട് പുറത്ത് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയൊരു കൂട്ടുകാരൻ താഴത്തേക്കൂടി പോകുന്നു. ഇതാണ് ലാംബർട്ടി കൃഷി. ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ സിറ്റി സെൻറ്ററിലെ മെയിൻ ഒരു സ്പോട്ടാണ്. ഞാനിപ്പോൾ ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ വീക്കെൻഡൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് വരാം, സംസാരിച്ചൊക്കെ ഇരിക്കുക, ബിയർ അടിക്കുക. അപ്പോൾ അതൊരു വൈബ് തന്നെയാണ്, കാണാനും വൈബാണ്. വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ സിറ്റിയെ നിങ്ങളുടെ മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നല്ല ശാന്തമായിട്ടുള്ളൊരു, അതുപോലെ തന്നെ ചെറിയൊരു സിറ്റി ആണെങ്കിലും നന്നായിട്ട് നമുക്കിവിടെ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 വർഷത്തിന് മേളിലായി. ഇതിലൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ക്ലോക്ക് 2 മണിയാകാൻ പോണെന്ന് കാണിക്കുന്നുണ്ട്. പള്ളിയുടെ ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇറ്റാലിയൻ, അതുപോലെ തുർക്കിഷ്, മെഡിറ്ററേനിയൻ, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ ചുറ്റും. ആണ് ഈ കാണുന്ന തിരക്കുകൾ. ഒരുപാട് ആൾക്കാരുകൾ വരും ഇവിടെ. പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 2 മണിയായിട്ടുള്ളൂ. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കര വൈബായിരിക്കും. ലാംബർട്ടി കൃഷിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അതെ, ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ് വീഡിയോയിൽ. ഓൾഡൻബുർഗ് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് ലാംബർട്ടി കൃഷി. ഈ പള്ളി ഏകദേശം മിഡിൽ ഏജസിൽ, അതായത് മധ്യകാലഘട്ടത്തിലാണ് പണി തീർത്തത്. പിന്നീട് പലതവണ ഈ പള്ളി പുതുക്കി പണിതിട്ട് ഇപ്പോൾ ഈ കാണുന്ന രൂപം എന്ന് പറയുന്നത് നിയോ ഗോത്തിക് സ്റ്റൈലാണ്. പള്ളിയുടെ ഉൾഭാഗം വളരെ യുണീക്കാണ്. ക്ലാസിക് സ്റ്റൈൽ ഡിസൈനാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഓൾഡൻബുർഗ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം കാണാൻ വരുന്നത് ഈ പള്ളി തന്നെ ഇരിക്കും. ലാംബർട്ടി കൃഷി ഇവിടുത്തെ രണ്ടാമത്തെ ഒരു മെയിൻ
എന്താ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് രണ്ടും അടുത്തടുത്താണ്ട ഈ ഷ്ലോസ് പ്ലാറ്റ്സും അതല്ല നേരത്തെ പറഞ്ഞ ഷ്ലോസ്, അതായത് മറ്റേ കാസിൽ എന്ന് പറഞ്ഞ പഴയ രാജാക്കന്മാർ താമസിച്ചിരുന്ന അതും ഈ പള്ളിയും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച്. ഇനി നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഈ സിറ്റിനെ കുറിച്ചുള്ളതാണ് ഇവിടുത്തെ ഒരു സൈക്കിൾ കൾച്ചർ. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസും പ്രായമായ ആൾക്കാരും എല്ലാവരും സ്ഥിരം ഡെയിലി സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നതും അതുപോലെ പഠിക്കാൻ പോകുന്നതൊക്കെ. ഇപ്പോൾ സൈക്കിൾ കൾച്ചർ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ജസ്റ്റ് ഞാനൊരു ഇവിടെ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എത്ര സൈക്കിൾ ഇവിടെ ഇവർ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കണ്ടില്ലേ. ഇത് ജസ്റ്റ് ഈ ഒരു പള്ളിയുടെ സൈഡിലുള്ള കാഴ്ച മാത്രമുണ്ട്. ഇവിടെ എത്ര സൈക്കിൾ ഇപ്പം ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സൈക്കിൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് ഒന്ന് കടയിലൊക്കെ പോയിട്ട് വരാൻ വരുമ്പോൾ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് ബൈക്കിനാണ് പോണത്. 2 മിനിറ്റ് പോകാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. ഇവിടെ 10 കിലോമീറ്റർ ദൂരേക്കുള്ളവർ തന്നെ സൈക്കിളിലാണ് കടയിൽ വരുന്നതും ജോലിക്ക് പോകുന്നതും പഠിക്കാൻ പോകുന്നതൊക്കെ. ഈ അപ്പാപ്പൻ ഇപ്പം തന്നെ ഒരു 10-60 വയസ്സിന് മേലുണ്ടാവും. പുള്ളി സൈക്കിളിലാണ് പോകുന്നത്. ഇത് ഈ സൈഡിൽ തന്നെയുള്ള വേറൊരു കാഴ്ച. ഇത്ര സൈക്കിള് ഇരിക്കുന്നതുണ്ട് നിങ്ങൾ. ഞാനിവിടെ വന്ന സമയത്ത് അന്തം വിട്ട് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊടിക്കുഞ്ഞുങ്ങൾ വരെയും സൈക്കിള് കിട്ടും. അതായത് ജനിച്ച് കാല് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർ ആദ്യം സൈക്കിൾ എടുത്ത് കൊടുക്കണം എന്ന് തോന്നും. പിന്നെ ആ ചവിട്ട് ഒരു 10-80 വയസ്സ്, ചിലപ്പോൾ 90 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും എന്നാണ് അവർക്ക്. എപ്പോഴും കാണാറുണ്ട് പ്രായമായ അമ്മമാരൊക്കെ സൈക്കിളിൽ പോകുന്നത്. അവർക്ക് നല്ല ആരോഗ്യമായിരിക്കും ഇപ്പോഴും. അത് ഇതിൻ്റെയൊക്കെ കൊണ്ടാണെന്ന് ഇത്രയും നാൾ സൈക്കിൾ ഓടുന്നതും. പിന്നെ ആരോഗ്യമില്ലാത്തവരുണ്ട് കേട്ടോ, ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ആയിരിക്കും ഇപ്പോൾ 60-70 വയസ്സ് ആൾക്കാർ സൈക്കിൾ ഓടിക്കൊണ്ട് പോകുന്നത് ഉണ്ട്. പക്ഷേ വളരെ ചുരുക്കമാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഈ നേരത്തെ കണ്ട നമ്മുടെ കാസിലിൻ്റെ സൈഡിൽ കൂടി നമ്മളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ ഷ്ലോസ് ഗാർട്ടൻ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ടാണ് ഇനി. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കാസിൽ, ഓൾഡൻബുർഗർ കാസിലിൻ്റെ ഫ്രണ്ടിലത്തെ ജസ്റ്റ് ഒരു തടാകം മൂലയൊക്കെ ഉണ്ട് അവിടെ. വളരെ ചെറുതാണ്. ഇത് വിൻ്ററൊക്കെ ആകുമ്പോൾ മരവിച്ചിരിക്കണതാണ് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ഇങ്ങനെ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, തൊട്ട് ബാക്കിൽ പള്ളി, ഇവിടെ കാസിൽ. നമ്മുടെ അടുത്ത ലൊക്കേഷനും എല്ലാം അടുത്തടുത്താണ് കിടക്കുന്നത്. ഈ കാസിലിൻ്റെയും പള്ളിയുടെയും തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷ്ലോസ് ഗാർട്ടൻ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടെല്ലാം വിഷ്വലി നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു നമ്മുടെ റൂഡർ ബോട്ട് എന്ന് പറയും. ജസ്റ്റ് നമുക്ക് 2 പേർക്ക് ഇരുന്നിട്ട് ചവിട്ടി പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ ചെറിയ ടീംസ് ബിയർ അടിക്കുന്നുണ്ട്. സാംസ്റ്റാഗ് അല്ലേ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഇങ്ങനെ വണ്ടിയിൽ ബിയർ നിറച്ച് വെച്ചിട്ട് അതുപോലെ എല്ലാം ഉണ്ടാവും അതിനകത്ത്. ഇങ്ങനെ ടീംസായിട്ട് പോവുക, സിറ്റി ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ടൊക്കെ വെച്ച് പോവുക. ഇന്നിപ്പോൾ ആൾക്കാർ കുറവാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ കൂടുതൽ. അപ്പം നമ്മളിത് ഷ്ലോസ് ഗാർട്ടനിലേക്ക് എത്തി, ഓൾഡൻബുർഗ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു മാപ്പ്. അത്യാവശ്യം നല്ല വിസ്തീർണമുള്ളൊരു പാർക്കാണ്. ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ് വീഡിയോയിൽ. കയറി വരുമ്പോൾ തന്നെ ഈ പാർക്കിലേക്ക് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു തോട് പോലെ ഉണ്ട്. ഇന്നിപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്, വെളിച്ചമൊക്കെ ഉള്ള കാരണം. ഇതിലിങ്ങനെ നടന്നിങ്ങനെ പോകാൻ നമുക്ക് ഒരുപാടുണ്ട് നടക്കാൻ. ഇവിടെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു അടിപൊളി കാഴ്ച ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കിടിലൻ 2
മരങ്ങളിൽ പൂക്കൾ ചെറി ബ്ലോസം ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലത്തെ 2 മരങ്ങളുണ്ട്. 1 ഇത് 2 ഇത്. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഇപ്പം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്മയും മകനും ഒരു കപ്പിൾസ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ മരത്തിൻ്റെ ചെറി ബ്ലോസം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൽ നിന്ന് നല്ല ഇലകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഇലകളല്ല, അതിൻ്റെ പൂക്കൾ കാണിച്ചു തരാം. കണ്ടില്ലേ, കാറ്റ് വീശുമ്പോൾ അത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞിങ്ങനെ പറന്നുകൊണ്ടേ പോകുന്നു. ഇവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളിയാണ്ടിത്. അപ്പം അതാണ് ഇത് നമ്മുടെ ഓൾഡൻബുർഗിലെ ഒരു മെയിൻ പറഞ്ഞ പോലെ 3ാമത്തെ പ്ലേസാണ് നിങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കാണേണ്ടത് ഷ്ലോസ് കാർട്ടൻ. ഇതിൻ്റെ അടുത്ത കാഴ്ചകളിലേക്ക് പോകും. നടന്നു വരുമ്പോൾ കുറച്ച് അരയന്നങ്ങളൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം, അടിപൊളി കാഴ്ചയാണ്. അതിന് മുമ്പ് ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു വ്യൂ കിട്ടും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ. കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ഇതൊരു ലേക്ക് പോലെ ഇവർ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ തനിയെ വന്നതാണെന്ന് എനിക്കറിയില്ല. ഇതും കാണാൻ നല്ല രസമാണ്. ഇനിയാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയിലേക്ക് നമ്മൾ പോകണം. റെഡി ആയിക്കും എല്ലാവരും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇതുപോലെ ഇങ്ങനെ അരയന്നങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും കരയിൽ കയറി. ഇവിടെ 3 ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. അതുപോലെ അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറി ബ്ലോസം പോലെ മരങ്ങളുണ്ട്. മരങ്ങളില്ല, 1 ഉള്ളൂ. അവിടെയും കുറച്ച് പേര് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ നമ്മൾക്ക് കാമായിട്ട് നടന്നു പോകാൻ പറ്റുന്നൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ കുറച്ച് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇവിടെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ നടന്ന് ഇതിലേക്കൂടിയൊക്കെ പോകാം അടിപൊളിയായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിലാണ്, ഈ മരത്തിൻ്റെ ഇല്ലേ. നല്ല രസമാണ് ഇവിടെ. ഡിലൈസ് ഇത് ചെറി ബ്ലോസം ആണെന്ന് എനിക്കറിയില്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറയാം. എനിക്ക് തോന്നണം അത് തന്നെ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് വിൻ്റർ കഴിഞ്ഞിപ്പോൾ സമ്മറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മനി. അപ്പോൾ അതിൻ്റെ ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇത് രസമുള്ള ഇത് കാണാൻ. ഇത് ഈ മരത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ച് അരയന്നങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം, അതായത് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് വേറെ സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ പാർക്ക് ഫുള്ള് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. കാരണം അത് വലിയൊരു വിസ്തീർണമുള്ളൊരു പാർക്കാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മാത്രം 2 വീഡിയോ ഉണ്ട് വരും ചിലപ്പോൾ. ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടത്തെ എന്നല്ല, മിക്ക യൂറോപ്യൻ കൺട്രികളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ കണ്ടുവരുന്നതിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇതിന് ഭയങ്കര കണക്ടിവിറ്റിയാണ് നമുക്ക് ഈ സിറ്റിയിൽ. അപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ളിലേക്കൊക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും. അതുപോലെ ഇതുപോലെ ബോൾട്ടുകളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ബോൾട്ടുകളുണ്ട്. ബോൾട്ടുകളല്ലാണ്ട് ഇലക്ട്രിക് സൈക്കിളുകളുണ്ട് അവൈലബിളായിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് കണക്ടിവിറ്റി അടിപൊളിയാണ്. പിന്നെ ഇത് ഈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുപ്പിച്ച് ബസ് കണക്ഷൻസാണ്. ഈ ഒരു നമ്മളെ 2-3 മിനിറ്റ്സൊക്കെ നിന്നാൽ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി ബസ് സ്റ്റോപ്പിൽ, അപ്പോൾ തന്നെ ബസ് വരും. കണക്ഷൻസ് അടിപൊളിയാണ് ഇവിടെ നിന്ന്. അതായത് വേറെ സിറ്റികളിൽ അങ്ങനെ ഇല്ലെന്നല്ല,
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇവിടെ നമുക്ക് പെട്ടെന്ന് എല്ലാം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും, ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ആക്ച്വലി അത് തന്നെ ഒരിക്കലും സിറ്റിയും വില്ലേജുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മതി, ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങളെ. നമുക്ക് ഇനി സിറ്റിയുടെ സെൻറ്ററിലേക്ക് പോവാം, സിറ്റി സെൻറ്ററിലേക്ക് പോവാം. നമുക്കപ്പോൾ സിറ്റിയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞേറാം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഒന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നീഡർ സാക്സണിൽ ഓൾഡൻബുർഗ് എന്ന് പറഞ്ഞൊരു അടിപൊളി സിറ്റി ഉണ്ട്, അപ്പോൾ അതെല്ലാവരും അറിയാം. പിന്നെ ഇവിടുത്തെ മെയിൻ കാഴ്ചകളൊന്ന് കാണിക്കാൻ നിങ്ങളെല്ലാവരും, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ദേ പയ്യെ സിറ്റിയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. ഇതുപോലെ ഒരു ആർക്കിടെക്ചറായിരിക്കും. ഇവിടെ ഒരാൾ ഇപ്പോൾ ഉണ്ട്. ഇതാരാണ്? കാവൽക്കാരനാണ്. പ്രതിമയൊന്നുണ്ടോ? അതിന് മേളിൽ കയറി ഇരിക്കരുന്നു. ഇനി സംസാരം കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം കുറച്ചും കൂടി. ഇവിടെ ഞാനിപ്പോൾ സിറ്റിയുടെ മെയിൻ സെൻറ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടുതലും കുറച്ചും കൂടി ലൗഡായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാഴ്ചകളും ഒരു ഒരു അമ്മായിനെ ഇടിച്ചിട്ടാനെ. ഇവിടെ എല്ലാ സ്റ്റോറുകളും ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക സ്റ്റോറുകളുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് എല്ലാമായിട്ട് ആൾക്കാർ തിരക്കിലാണ് മൊത്തത്തിൽ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലാത്തതുകൊണ്ട് എന്നാൽ നമ്മൾ ഇവിടെ എപ്പോഴും ഫോറിനേഴ്സാണ്, ഹൗസ്ലാൻഡേഴ്സാണ്. എന്നാലും ഞാൻ മാത്രമേ ഇതിൽ കൂടി ഇങ്ങനെ മൊബൈൽ പിടിച്ച് വീഡിയോസൊക്കെ എടുക്കുന്നു നടക്കുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ജർമ്മൻസിന്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. മൊബൈൽ കണ്ടിന്യൂസ് ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൺകംഫോർട്ടാണ് നമുക്കും അതെ, അവർക്കും അതെ. നമ്മൾ സിറ്റി സെൻറ്ററിൽ, മെയിൻ സെൻറ്ററിലെത്തി. ഇത് ലപ്പാൻ എന്ന് പറയും. ലപ്പാൻ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളായി കാണുന്നത് നിങ്ങൾ. ഇവിടെയാണ് മെയിൻ സെൻറ്റർ എന്ന് പറയാം. നേരത്തെ കാണിച്ച ലാംബർട്ടീസ് കൃഷിയുടെ അവിടെയും മെയിൻ സെൻറ്ററാണ്, ഇതും ഒരു സെൻറ്ററാണ്. ഇവിടെയാണ് മെയിൻ ക്രിസ്മസിനും മെയിൻ ഇവൻറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങാറ് എപ്പോഴും. ഇവിടെ ഇന്ന് ഒരു ലോഡ് ആൾക്കാരാണ് ഇവിടെയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു സിറ്റിയുടെ സൈഡിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലൊരു ഓട്ടോറിക്ഷ അടുപ്പുണ്ട് ഇവിടെ. അവരിങ്ങനത്തെ ഒരു സെറ്റപ്പാക്കി എടുത്തേക്കുണ്ടോ. ഇവിടെ ഒരു ട്രാക്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. ആരിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കിച്ചൺ സ്റ്റുഡിയോ ഉണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഉണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വൈൻ്റെ ആണ്. പക്ഷേ ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു പോർഷയുടെ ഡീസലിൽ ഒരു മോഡൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഫൻ പ്ലാറ്റ്സ് എന്ന് പറയും. ഇവിടുത്തെ വേറൊരു സെൻറ്ററാണ്. സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ഇവിടെ. ഇപ്പോൾ എക്സാമ്പിൾ ക്രിസ്മസിന് ഇവിടെ കുറേ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കാണിച്ച സ്പോട്ടുകളൊന്നായിരിക്കും ഇതൊക്കെ തുടങ്ങുന്നത് ആദ്യം. അതായിരിക്കും മെയിൻ സ്ഥലങ്ങൾ എടുത്താൽ. ഇതാണ് വാഫൻ പ്ലാറ്റ്സ്. ഇവിടെ ക്രിസ്മസിന് ഇവിടെ വലിയ സ്റ്റേജൊക്കെ ഇട്ട് ഇവിടെ നല്ല പരിപാടിയായിരിക്കും. നമുക്കിനി ക്രിസ്മസിന് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. ഈ വർഷം അങ്ങനെ എടുക്കാൻ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ കണ്ടല്ലോ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ മുക്കിനുകൾ റെസ്റ്റോറൻറ്റുകളാണ് ഫുള്ള്. കാരണം പീറ്റർ പാൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. അവിടെയും ഇഷ്ടംപോലെ ആൾക്കാരുകൾ ഇരിപ്പുണ്ട്. സൈഡിൽ പോലീസ് ഇപ്പം ഉണ്ട്. എന്തെങ്കിലും സീനുണ്ടായ അടിച്ചോടിക്കാനൊക്കത്തിന്. നമുക്കിതാ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിലേക്ക് നടന്നു. അവിടെയും അത്യാവശ്യം വൈബായിട്ടുള്ള പ്ലേസാണ്.
അപ്പോൾ ഇവിടെ എനിക്കിവിടെ ബുണ്ടസ് ലീഗാണ്, ചാമ്പ്യൻസ് ലീഗാണെന്ന് അറിയില്ല, അതിൻ്റെ എന്തോ കളി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏത് ടീമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെർഡർ ബ്രമൻ്റെ ആണെങ്കിൽ എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇവിടെ ഒരു ടീമുണ്ട് ബ്രമൻ്റെ, അതാണെങ്കിൽ അതിൻ്റെ ഫ്ലാഗ് അല്ല, വേറെ ഏതൊരു ടീമാണ്. അപ്പോൾ അവരുടെ കളി ഇവർ ബാറിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് അതിൻ്റെ ഷാളൊക്കെ ഇട്ട് കിടപ്പുണ്ട്, അതിൻ്റെ നല്ല തിരക്കുണ്ട് കണ്ടില്ലേ. ഞാനപ്പോൾ അവിടെ നിന്ന് പോകുന്നു, അവിടെ നല്ല തിരക്കായിരുന്നു. ഇവരിങ്ങനെയാണ് ഫുട്ബോൾ മാച്ചൊക്കെ ഉള്ളപ്പോൾ ഇവർ ബാറിലിരുന്ന് നല്ല വൈബായിട്ടിരുന്ന് കാണും. ഇവിടെ ഫുട്ബോൾ മാച്ച് ബുണ്ടസ് ലീഗ് ഒന്നും ആയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ VfB എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട്. അത് ടോപ്പ് ടയർ ലീഗ് കളിക്കണമെന്നല്ല, ഏതോ താഴത്തെ ടയറിൽ കളിക്കുന്ന ഏതോ ക്ലബ്ബാണ്. അപ്പോൾ അവരുടെ മാച്ചായിരുന്നു, അതാണ് അവർ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഓൾഡൻബുർഗ് സിറ്റിയിലെ മെയിൻ 3 സിറ്റി സെൻറ്റർ പ്ലേസസ് ഞാൻ കാണിച്ചത്. പിന്നെ അത്രേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇനിയും ഒരുപാട് ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് പറ്റുകയാണെങ്കിൽ വേറൊരു ദിവസം ഒരു വീഡിയോയിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാണ് ഓൾഡൻബുർഗിലെ ഒരു പ്രധാനപ്പെട്ടൊരു ബസ് സ്റ്റോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ എന്ന് പറയാം. ലപ്പാൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും ഇതിലെ ഈ വഴിയായിരിക്കും കണക്ഷൻ. ഇപ്പോൾ ബാനോഫിലോട്ട് പോകണമെങ്കിലും ഇതിലെ അങ്ങോട്ട് പോകണം. അതുപോലെ ഈ കാണുന്ന മെയിനായിട്ടുള്ളൊരു ഇൻ്റർസെക്ഷനിൽ നിന്നാണ് പല സ്ഥലത്തേക്കുള്ള കണക്ഷൻസ് പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ സിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എൻ്റെ സിറ്റി അല്ല, ഞാൻ താമസിക്കുന്ന സിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ചൂസ്.